സാഹചര്യങ്ങൾ, അതായത് നിലവിലുള്ള സാമൂഹിക സാഹചര്യങ്ങൾ മാറിയ സ്ഥിതിക്ക് ഓരോ കുട്ടികളുടെയും മാനസിക നിലയിലുള്ള വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുള്ള കാലഘട്ടമാണിത്. മാത്രമല്ല, ടെക്നോളജിയുടെ വളർച്ചയും അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യ എന്നുള്ളതിന്റെ വളർച്ചയും നൂതനമായിട്ടുള്ള ടെക്നോളജി അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള സന്ദേശങ്ങളുടെ പ്രത്യേകതയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ സാമൂഹികപരമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളെയും നോക്കിക്കാണുന്നതിന്. ഈ സംഭവത്തില് ബയോളജിക്കലായിട്ടുള്ളതും സൈക്കോളജിക്കലായിട്ടുള്ളതും സോഷ്യോളജിക്കലായിട്ടുള്ളതും ആയിട്ടുള്ള ഒരുപാട് മാറ്റേഴ്സ് ഇന്റഗ്രേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അവയെല്ലാം തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അപഗ്രഥിക്കുന്നതിനും അതിനനുസരിച്ചിട്ടുള്ള മെഷേഴ്സ് സൊസൈറ്റിയിൽ എടുക്കുന്നതിനും. നമുക്കറിയാം, കുട്ടികളുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ലഹരികളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്ഷൻ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന്റെ പിയർ ഗ്രൂപ്പ്, കൂട്ടുകാരുടെ ബന്ധങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുന്നതിനുണ്ടായിട്ടുള്ള കാരണങ്ങളെ കുറിച്ച്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സംഭവത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ ഇനി നടക്കാൻ സാധ്യതയുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുടെ ഒരു സാമ്പിൾ പോലെയാണ് നമുക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം പുറത്തറിയണമെന്നില്ല. ഇനി ഇപ്പൊ കൊലപാതകം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പുറത്തറിയാതെ പോകില്ല എന്നുണ്ടെങ്കിലും കൊലപാതകത്തിലേക്ക് എത്താത്തതുമായിട്ടുള്ള ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ സപ്രസ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായി കാണാതെ പൊതുസമൂഹത്തിന്റെ പ്രശ്നമായി കണ്ടാൽ മാത്രമാണ് ഇതിനൊരു ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുക. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കേസ് ഹിസ്റ്ററി, ഈ കുട്ടികളുടെ ഈ വളർന്ന ചുറ്റുപാട്, അത് ചൈൽഡ്ഹുഡ് ട്രോമ എന്തെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലി ആണോ, അല്ലെങ്കിൽ ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഈ പാരന്റ്സിന്റെ ഹിസ്റ്ററി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുക. അതൊക്കെ സൈക്കോളജിക്കൽ ക്രിമിനോളജിക്കൽ സെഗ്മെന്റിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരം കാര്യങ്ങളെ കർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിലായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ എത്രത്തോളം നമ്മൾ സർക്കാർ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിവിധ മേഖലകളിൽ എടുത്തിട്ടുണ്ട്, അതിന്റെ ഔട്ട്കം ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇന്ന മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെ നടപ്പിലാക്കിയത് കൊണ്ട് നമ്മളുടെ ക്രൈം റേറ്റ് ഇന്ന മേഖലയിൽ കുറയാൻ സാധിച്ചു, അല്ലെങ്കിൽ ഇന്ന മേഖലയിലുള്ള കോസസ്, അതിന്റെ നമ്മളുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും ഇതിനൊക്കെ. ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ്, കുട്ടികളെയും മറ്റുള്ളവരെയും ക്രിമിനാലിറ്റിയിലേക്ക് നയിക്കാവുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ ഇത്തരം മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ആ ഐഡന്റിഫൈ ചെയ്തതിന്റെ പേരിൽ നമുക്ക് ഇന്ന മെഷേഴ്സ്, പ്രിവെൻഷണൽ മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റി സൊസൈറ്റിയിൽ എന്നുള്ള രീതിയിലുള്ള കണക്കുകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാവണം എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാലഘട്ടമാണിത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യം മലപ്പുറത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രിവെൻഷൻ അത് എല്ലായിടത്തും വ്യാപകമായിട്ട് തന്നെ നടത്തേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായും 100%. ഇത് മലപ്പുറത്തെ മാത്രം പ്രശ്നമായിരിക്കില്ല എന്നല്ല, 100% ആയിരിക്കില്ല. സമൂഹത്തിന്റെ മറ്റു പല സ്ഥലങ്ങളിലും ഇത് കാണുന്നുണ്ടായിരിക്കാം, പല രീതികളിലും, പല ഭാവഭേദങ്ങളിലും. അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അധികാരികൾ എന്തോരം കാര്യങ്ങൾ ചെയ്തു, അതൊക്കെ ഇപ്പോഴാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അതൊക്കെ. നമുക്കറിയാം, അടുത്ത കാലത്ത് നിലനിൽക്കുന്ന വിവാദം ജയിൽ റീഹാബിലിറ്റേഷൻ സിസ്റ്റം, ആ സിസ്റ്റത്തില് അവരുടെ ഇൻമേറ്റ്സിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു എന്നുള്ളത് പറഞ്ഞുകൊണ്ടൊരു വിവാദം നിലനിൽക്കുന്നുണ്ടല്ലോ. ആ വിവാദം നിലനിൽക്കുന്നത് ജയിലില് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനോട് നമുക്ക് വിയോജിക്കേണ്ടതിന്റെ ആവശ്യമില്ല. പക്ഷേ ഫിനോളജിയില്
നമ്മളൊരു പ്രധാനമായിട്ടൊരു 3 തരത്തിലുള്ള പണിഷ്മെന്റ് നമ്മൾ പറയുന്നുണ്ട്. റിട്രിബ്യൂട്ടീവ്, ഡിറ്ററന്റ്, റിഫോർമേറ്റീവ്, പ്രിവെന്റീവ് എന്ന് പറഞ്ഞ 4 തരത്തിൽ നമുക്ക് പോകാം. അതിൽ റിഫോർമേറ്റീവ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻമേറ്റ്സിന് ശമ്പളവും മറ്റ് സൗകര്യങ്ങളും ഫെസിലിറ്റേഷൻ ഒക്കെ നമ്മൾ ഈ കോടതി ജയിൽ സിസ്റ്റത്തിൽ, റീഹാബിലിറ്റേഷൻ സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾക്ക് കൊടുക്കണമെങ്കിൽ ഓരോ ഇൻമേറ്റ്സിനെയും ഇൻഡിവിജ്വലായിട്ട് ഡയഗ്നോസിസ് ചെയ്തിട്ട് അദ്ദേഹം റിഫോർമേറ്റീവ് ആക്ടിവിറ്റിക്ക് ഉതകുന്നതാണോ, എത്രത്തോളം വൾണറബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം, കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം ആണ് അവർക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് കൊടുക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിൽ റിഫോർമേറ്റീവ് സിസ്റ്റത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിലുള്ള വേതനത്തെക്കാളും അധികം തന്നെ ആയിരിക്കും വിദേശത്തിലുള്ള, അധികം തന്നെ ആയിരിക്കുന്നല്ല ആണ്. പക്ഷേ അവിടെ അവര് ഈ വേതന വർധനവിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഫെസിലിറ്റീസ് വർധനവിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ ശാസ്ത്രീയമായി ഓരോ വ്യക്തിയെയും ഇൻഡിവിജ്വലായി പരിശോധിച്ചതിന് ശേഷം റിഫോർമേറ്റീവ് സെഗ്മെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നവരെ കൊണ്ടുവരികയും അല്ലാത്തവരെ മറ്റേതെങ്കിലും തരത്തിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണമോ എന്നുള്ളത് തീരുമാനിച്ച് ആ രീതിയിൽ കൊടുക്കുകയും ചെയ്ത്, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാട് അതിലൊരു പഠനം കൂടി നടത്തണം. അതില് നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥിതിയെക്കാളും സുഖകരമായിട്ടുള്ള വ്യവസ്ഥിതി, അല്ലെങ്കിൽ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയെക്കാളും സുഖകരമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് ജയിൽ സിസ്റ്റത്തിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ, ജയിലിലേക്ക് ആകർഷിക്കപ്പെടുന്ന രീതിയിലാവരുത് വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ജനങ്ങളെ കൂടുതൽ ജയിലിലേക്ക് ആകർഷിക്കുന്ന രീതിയിലാവരുത്. ഇത് ഇന്റഗ്രേഷൻ ഓഫ് മെനി തിയറീസ് ഷുഡ് ബി അപ്ലൈഡ് ഇൻ ദി ജയിൽ സിസ്റ്റം എന്നുള്ളതാണ് ശരി. അതായത് നമുക്ക് ഈ റിട്രിബ്യൂട്ടീവ് തിയറിയുടെയും ഡിറ്ററന്റ് തിയറിയുടെയും അതുപോലെ തന്നെ റിഫോർമേറ്റീവ് തിയറിയുടെയും ആകത്തുക ആയിട്ടുള്ള ഒരു തിയറി അപ്ലൈ ചെയ്തു വേണം ഈ ജയിൽ റിഫോം സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ. കാരണം ഇതിനകത്തൊരു പണിഷ്മെന്റിന്റെ കുറച്ചു ഭാഗം കൂടി വേണം അതിനകത്ത്. എന്നാൽ മാത്രമാണ് സൊസൈറ്റിക്ക് ഒരു ഭയം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ മുഴുവൻ ഭയത്തിലൂടെ ജനങ്ങളെ അനുസരിപ്പിക്കാനും നമുക്ക് കഴിയുകയില്ല. അപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ വേണം ശമ്പള വർധനവ് വർദ്ധിപ്പിക്കുന്നതിനും. അതിനുവേണ്ടി എത്രത്തോളം പഠനം നടത്തി, എന്തു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് ഇത്ര വർധനവ് നടത്തി എന്നുള്ളതിനെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇത്ര ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർധനവ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ പഠിച്ച് നമ്മുടെ സമൂഹം ആ വർധനവിനെ അംഗീകരിക്കുന്നതിനുള്ള പ്രാപ്തരായിട്ടുണ്ടോ? മിനിമം വേജസിനേക്കാളും കൂടുതൽ വേജസ് ജയിൽ സിസ്റ്റത്തിൽ വരാൻ ഒരിക്കലും പാടില്ല. കാരണം ദർ ഷുഡ് ബി സം എലമെന്റ് ഓഫ് പണിഷ്മെന്റ് അറ്റ് ദ ടൈം ഓഫ് റിഫോർമേഷൻ ഓൾസോ ഷുഡ് ബി ദർ എന്നുള്ള ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ നടത്താതെ വികലമായിട്ടുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ക്രൈം റേറ്റ് കൂടും. എന്നുള്ള പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഇത്ര കൗമാരക്കാര് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് വന്നുപെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ശാസ്ത്രീയ പഠനം നടത്തണം. അവിടെ എവിടേക്കെയാണ് മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കേണ്ടത് എന്നുള്ളിടത്ത് എടുക്കണം. എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത് അത് വിദഗ്ധരായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് റിസർച്ച് പേപ്പേഴ്സും മറ്റും റെഫർ ചെയ്തുകൊണ്ട് ഒരു ശാസ്ത്രീയമായിട്ടുള്ള അപ്രോച്ച് നടത്തണം. ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്കതൊരു സക്സസ്ഫുൾ ആയിട്ട് നമുക്കൊരു നല്ലൊരു ഔട്ട്കം എടുക്കാൻ കഴിയുകയുള്ളൂ. ആദ്യത്തെ ഔട്ട്കം എടുക്കുമ്പോൾ ഔട്ട്കം എടുക്കണം, എല്ലാത്തിലും എടുക്കുമ്പോൾ പോരായ്മ എവിടേക്കാണെന്ന് നോക്കിയിട്ട് അത് നികത്താനുള്ള മെഷേഴ്സ് വീണ്ടും എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സംഭവം, ഓരോ സംഭവങ്ങളുടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു 50 സംഭവങ്ങളുടെ അല്ലെങ്കിൽ 100 സംഭവങ്ങളുടെ കുറച്ച് സ്പെസിമെൻസ് ആണ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുകയും വ്യാപകമായിട്ടുള്ള മെഷേഴ്സ്, ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഭാവിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കർബ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.